ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെമി ബസ്. വീണ്ടും ഒരു ഷോർട്ട് ട്രിപ്പ്. മഴയൊക്കെ വന്ന് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മരുഭൂമിയിലെ പുല്ലുകളൊക്കെ കിളിർത്ത് ഒരു നല്ല പച്ചപ്പായി മാറിയതും കാണാം. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല. പൊതിച്ചോറുണ്ടാക്കി എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തതാണ്. ആദ്യം ഷൈമി ദുബായിൽ നിന്ന് വന്നു. പിന്നെ എൻ്റെ ഫ്ലാറ്റിന് താഴെയുള്ള നെസ്റ്റോയിൽ നിന്നും ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. പരിപാടി തുടങ്ങി. പിന്നീട് അനിയും ഫാമിലിയും കൂടി എത്തിച്ചേർന്നു. പിന്നെ എൻ്റെ കിച്ചൺ ഒരു മിനി റെസ്റ്റോറൻറ്റ് കിച്ചണായി മാറിക്കഴിഞ്ഞിരുന്നു. മെഴുകുപുരട്ടിയും തോരനും മാങ്ങച്ചമ്മന്തി, അയല വറുത്തത്, മോരുകറി, പച്ചമോര്, അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് വിളമ്പി പൊതിയാക്കി പേരെഴുതി മാറ്റിവെച്ചു. അപ്പോൾ എനിക്കുള്ള പൊതിച്ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറെടുത്ത് എനിക്കുള്ള മീൻ വന്നിരിക്കുകയാണ്. എനിക്കുള്ള സമയം 2 മണിയായി. ഒരു 1.5 മണിക്കൂറെങ്കിലും കെട്ടി വെക്കണ്ടേ ഗായ്സ്? അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ കുറേ നല്ല സ്ഥലങ്ങൾ തപ്പി ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും. പക്ഷേ അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. പ്രൈവസി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. കുറേ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇവിടെ ഇരുന്നു. അവസാനം നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി. ഇവിടെ നല്ല മലകൾ, അതാണ് മെയിൻ റോഡ്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കച്ച റോഡ് കണ്ടപ്പം, മണ്ണിട്ട റോഡ് കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്ഥലം കിട്ടി. അവിടെയൊക്കെ നല്ല കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയിലൊക്കെയാണ്. എല്ലാവരും നല്ല വിശപ്പിലാണ്. നല്ല കാര്യം. ഞാൻ എൻ്റെ ചോറ് ഓപ്പൺ ആക്കുകയാണ്. അപ്പീസ് കുറച്ച് മോര് കറി വെച്ചു. അപ്പീസിന് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിരിക്കുമ്പോൾ നമ്മുടെ 3 മക്കൾക്കൊരു ആഗ്രഹം, മലയുടെ മുകളിലേക്ക് കയറണമെന്ന്. ആദമിന് ഇങ്ങോട്ട് വരണം. ഒരു മിനിറ്റ് ആദം. മൈ ഗോഡ്, കമോൺ. അപ്പം എൻ്റെ കൈ പിടിച്ചോ. ആദമിന് ട്രക്കിങ്ങിന് വരണമെന്ന്. ആദമിന് ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മല കയറാനും. ടൈമി ഇതൊരു പ്രൈവറ്റ് ഫാമാണ്. പക്ഷെ അകത്ത് കയറിയാൽ നോട്ട് അലൗഡ്. ഇതിനകത്ത് കുറേ കോഴികളും. അപ്പം അവിടുത്തെ ഒരു സെർവൻ്റ്, അതായത് ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരു പാകിസ്ഥാനിയാന്ന് തോന്നുന്നു. മൂപ്പര് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കറിവേപ്പില വരാം, പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇദ്ദേഹം ആ സാധനം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് മാത്രം മതിയോ? അത് വാങ്ങുന്നില്ല അയാള്. നല്ല മനുഷ്യനാണ്. ഫ്രഷ് കറിവേപ്പില കേട്ടോ. വാവ്,
മണത്തോക്കെ അയാൾ പൈസ ആയിരുന്നില്ല അല്ലേ? പപ്പാതിയെ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല. നമ്മളെ കറിവേപ്പില കൊണ്ടുപോടി. അയാള് കാണണ്ട, അയാള് വീണ്ടും തരും. അയാൾ നോക്കും കരിയാപ്പില അപ്പോൾ ഞങ്ങൾ കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ചു പോവുകയാണ്. നാളെ ഡ്യൂട്ടിയുണ്ട്. എൻ്റെ വണ്ടിയിൽ മെഹ്റുവും ഫിലിസാവും അമ്മുവും കൂടി ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.